backpack on the chair. ഹേ ഹലോ ഗായ്സ്, ട്രാവൽ വിത്ത് അജുവിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞാൻ ഓൺ ദ വേ ആണ് ടു കൊച്ചിയിലേക്ക്. ഇന്ന് ഞാൻ കൊച്ചിയിലവിടെ സ്റ്റേ ചെയ്യും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. നാളെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിലെ തന്നെ ലീഡിങ് കമ്പനി ആയിട്ടുള്ള അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സിൻ്റെ കൂടെയാണ്. ഗായ്സ്, എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ക്ലാരിറ്റി കമ്മിയുണ്ട്. ഓക്കെ, എനിവേയ്സ് ഗായ്സ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ ഏർലി മോർണിംഗ് ആണ് നമ്മൾ റൈഡ്. ഒരു 6 മണിക്കാകുമ്പോഴായിരിക്കും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യയിലേക്ക്. ഏകദേശം ഒരു 10-26 ആൾക്കാരുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അങ്ങോട്ട് കാണാം കേട്ടോ. ഗൈസ്, ഏകദേശം പാലക്കാട് ടോളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഡീഹൈഡ്രേറ്റഡ് ആയപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ കരുതിയിട്ട് ഇറങ്ങിയാണ്. ഗൈസ്, അങ്ങനെ ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് ഞാൻ കൊച്ചി എത്തി. നമ്മുടെ സ്ഥിരം സ്പോട്ടാണിത്, 5 സ്റ്റാർ തട്ടുകട. ഇവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകാറുള്ളത്. റൂമിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് നേരം കളിച്ച്. ഗൈസ്, അങ്ങനെ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, റൈഡിന് കാണാം. ഇറങ്ങുകയാണെങ്കിൽ ഈ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ലോ ഗിയറിൽ അപ്പം നമുക്ക് വണ്ടിക്ക് ഒരു ബ്രേക്കിംഗ് വരും, അതായത് എൻജിൻ വെച്ചിട്ടാണ്. നമ്മുടെ ടീം ലീഡായിട്ടുള്ള അശ്വിൻ നമുക്ക് റോഡ് സിഗ്നൽസും അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നൽസ്, ഒരു ഗ്രൂപ്പ് റൈഡാണ്, എങ്ങനെ നമ്മൾ യാത്ര ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു റൈഡ് ബ്രീഫിംഗ് എന്നുള്ള നിലയിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ കാണുന്നത്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ആരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റൈഡ് വീണ്ടും ഓടുന്ന സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഗൈസ്, വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പ്ള ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല റൂട്ടായിരുന്നു, തിരക്കും കുറവായിരുന്നു. ഒരു ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടി ഇങ്ങനെ കറക്റ്റ് നിരനിരയായിട്ട് നിർത്തിയത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കാരണം ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ കുറേ ടൈം എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ ഡാമിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും ഒരുപാട് സംസാരത്തിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. കാരണം ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ റൈഡ് ചെയ്യാതെ എല്ലാവരും സേഫായി, എല്ലാവർക്കും മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ റൈഡ് എന്ത് ചെയ്യുന്നത് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ ഒരു ടീം ലീഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ നമ്മുടെ ഈ ഒരു ലൈനപ്പിൽ നിന്ന് ആരും വിട്ടുപോകാതിരിക്കാനും വഴി തെറ്റി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടീം സ്വീപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈനപ്പ് കറക്റ്റാക്കാനും, അല്ല ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ബെൻഡുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും റോഡ് നമുക്ക് എന്ത് ചെയ്യാണ്, വേറെ റോഡിലേക്ക് നമ്മൾ കയറുന്ന സമയത്തൊക്കെ നമുക്ക് കൂടെ വരുന്ന ആളുകൾക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, റൂട്ട് പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ട് ഒരു മാർഷലും കൂടെ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ബൈക്കേഴ്സിൻ്റെ ഹെവൻ എന്നറിയപ്പെടുന്ന ക്യാപ്പ് റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഒരു 60-70 കിലോമീറ്റർ കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയൊരു റെസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിന് മറ്റേ വീഡിയോ ഉണ്ടാക്കണം, മറ്റേ മൺസുത്തായത്തെ ടൂണില്ലേ, കറക്റ്റാണ് ആ ചിരി, കറക്റ്റാ. എന്താ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളു. ഗൈസ്, അങ്ങനെ പ്ലാന്റേഷൻ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെ സ്റ്റേ എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഗൈസ്. അവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമുക്ക് കമ്പനിയായിട്ട് ലൂണ എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ടായിരുന്നു, അതേപോലെ ലിയോ എന്ന് പറഞ്ഞിട്ടൊരു ഡോഗും കൂടെ ഉണ്ടായിരുന്നു. ഗൈസ്, ടീ ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, സെറ്റാണ്. ബ്ലോഗ് എടുക്കാം, ബ്ലോഗ്. ഇവിടേക്ക് വന്ന് കയറിയ ഉടനെ തന്നെ കുറേ പേര് ചായ കുടിക്കാനും കുറേ പേര് വീട്ടിലേക്കും അവിടേക്കൊക്കെ കോൾ ചെയ്ത് എല്ലാം കാണിച്ചു കൊടുക്കാനും പിന്നെ കുറച്ച് പേര് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അസാധ്യമായിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്നത്. നല്ല ഹില്ലും നമുക്ക് മിസ്റ്റ് വരുന്നതും ഒക്കെ കാണാൻ പറ്റും. ഞാൻ ഈ സമയം കൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമായിരുന്നു. പഴയ ബ്രിട്ടീഷുകാരുടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് അവരുണ്ടാക്കിയതിനെയാണെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ട്രീയിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു, മേലേക്കൊക്കെ നമുക്ക് കയറായിരുന്നു, നെറ്റൊക്കെ കെട്ടിയിട്ട് കിടക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞ ലൂണ. ഇവന് നമ്മൾ പ്ലാന്റേഷൻ ഹോസ്റ്റലിൻ്റെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ വന്നിരുന്ന ആൾ ഇവന് വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു ആൾ, അത്രയും അടിപൊളിയായിരുന്നു. ഭയങ്കര പറഞ്ഞാലൊക്കെ കേൾക്കുന്ന നല്ലൊരു ഡോഗായിരുന്നു. അവനുമായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു ഹൈക്കിങ്ങിന് പോകാനുണ്ട് 5-5:30 ആവുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന റൂട്ടിൽ ഒരുപാട് അട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പേടിച്ചിട്ടാണ് നടന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു ഈ ഒരു ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് ഒരു ട്രക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഷാബാങ്കാനാണ് ഇവിടെ സ്ക്രീൻ പ്രസൻസ് ഷാബാങ്കാനാണ്. കോട വരുന്നുണ്ട്. കോട അഡ്വഞ്ചർ ആട്ടോ കുറച്ച്. കുറച്ച് മുകളിലേക്ക് എത്തിയ സമയം കൊണ്ട് തന്നെ നല്ല മഞ്ഞ് വരാൻ തുടങ്ങി ഗൈസ്. ഭയങ്കര ഹാപ്പിയായി എല്ലാവരും ഭയങ്കരമായിട്ട് ചാടിത്തുള്ളി ഓടിയിട്ടാണ് വന്നത്. അവിടെ എത്തിക്കഴിഞ്ഞു എല്ലാവരും അവരുടെ യൂഷ്വൽ പരിപാടികളും തുടങ്ങി. കുറേ സംസാരങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും കുറേ കാര്യങ്ങളും ചെയ്ത് അവിടെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എൻജോയബിൾ ആയിരുന്നു അവിടെ. കാരണം അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പോരാത്തിന് നല്ല മഞ്ഞ്, ഫോട്ടോഗ്രാഫി, എല്ലാവരുടെയും സംസാരങ്ങൾ ഫുൾ അടിപൊളിയായിരുന്നു ഗൈസ്. Backpack on the chair, sun on my face, train window blur, new town, new pace, half a map in my hand. ഗൈസ്, ഈ കറക്കുന്നത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഞാനൊക്കെ ട്രൈ ചെയ്തിട്ട് ഒന്നും നടന്നില്ല. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കണം താല്പര്യം ഉണ്ടെങ്കിലും നടന്നില്ല. അങ്ങനെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മളെ സ്റ്റേയിലെത്തി. അവിടെ നിന്ന് വീണ്ടും നമ്മളെല്ലാവരോടും ഒരു കാപ്പിയും അതുപോലെ തന്നെ ഒരു മാഗിയൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഈ ഒരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഫ്രഷൻ അപ്പ് ആയി വന്നതിന് ശേഷം നമ്മൾ അടുത്ത പ്രോഗ്രാംസ് സ്റ്റാർട്ട്. നിലാന്ന് പാടോ? പറയില്ലേ എന്റെ കാതിൽ പതിയേ, ഞാനല്ലേ നിന്മാരൻ തോർന്ന് പെയ്യും ഓരോ മഴ പോൽ ഇടനെഞ്ചിടം നെയ്യും കൂടിലേ നിന്നിലറിയാൻ മാത്രം ഞാൻ പിറന്നുവെന്ന് തോന്നി. അങ്ങനെ ബ്രോയുടെ കൂടെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ആയി കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം 1 മണി 2 മണിയായി. അങ്ങനെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ ശേഷം കുറച്ചൊരു വാക്കിനും കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട്. എന്തായാലും എഴുന്നേറ്റ് ഫ്രഷൻ അപ്പൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും കൂടി ഒരു മോർണിംഗ് വാക്കിന് വേണ്ടി പോവാണ്. ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചകൾ ഇതാണ് നമ്മുടെ പ്ലാന്റേഷൻ ഹോസ്റ്റലിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എത്ര മനസ്സിന് നല്ല കുളിർ കിട്ടുന്ന കാഴ്ചകൾ കണ്ടാൽ തന്നെ ഭയങ്കര നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ. സെറ്റ്. എന്താ രസം കാണുന്നത്, അടിപൊളി. ഇതാണ് വ്യൂ. ചെറുതായിട്ട്
ഗൈസ് എന്താണ് കാണുന്നത് നോക്കുക, ഇത് അടിപൊളിയാണ്. രാവിലെ തന്നെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. രാവിലെ എഴുന്നിട്ടൊരു മോർണിംഗ് വാക്കിനൊക്കെ ഇതുപോലെ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ഭംഗിയുള്ള പരിപാടിയാണ്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി, ഭയങ്കര ഹാപ്പിയായി. ഈ രാവിലെ തന്നെ ഇതൊക്കെ കാണാൻ തന്നെ ഭയങ്കര കൗതുകമായിരുന്നു. എല്ലാവരും എന്ത് ചെയ്തു, ഇവിടെ ഒരുപാട് സമയം ഇവർ തേയില നുള്ളുന്നതും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു. ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾ എന്തൊക്കെയോ അവരോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചെന്ത് ചെയ്യാണ്, നമ്മളുടെ ഹോസ്റ്റലിലേക്ക് തന്നെ പോവാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല ബ്രെഡും ജാമും ബട്ടറും അതുപോലെ പുട്ടും കടലയൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം നമുക്കൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ കുറേ ടൈം വെയിറ്റ് ചെയ്തു നമുക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരുകയാണ്. Steps wet from rain, market flags flap again. I buy a peach from a street side stand, sticky juice on my wrist. ഗൈസ് വളരെയധികം ഹാപ്പിയായി ഈ റൈഡ് കൊണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഇന്ന് വരെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളെ ഫാമിലി ആയിട്ട് മാറി. അത്രയും വലിയൊരു ബോണ്ട് അവിടെ ക്രിയേറ്റായി. വളരെ 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 ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ റൈഡിന് എന്ത് ചെയ്യണം, എല്ലാവരും വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റൈഡിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സ് ഇന്ത്യ എന്നാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം പേര്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.